ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ന്യൂട്രോൺ Z350 വണ്ടിയായിരുന്നു. ഇതൊരു കൊടുക്കേണ്ട സാഹചര്യം വന്ന് അങ്ങനെ കൊടുക്കുമായിരുന്നു. കൊടുക്കാനൊട്ടും താല്പര്യമില്ലായിരുന്നു. കൊടുക്കേണ്ട സാഹചര്യം അതിൻ്റെ പേര് കൊടുക്കുക. അയാൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചൊക്കെ വീഡിയോ അയാൾ അറിയാൻ എടുത്തതാണ്. ഇത് ഞാൻ ലിഥിയം ബാറ്ററി വെച്ച് 80,000 രൂപയ്ക്ക് എടുത്തത്. ഇപ്പോൾ കൊടുക്കാൻ നേരത്തുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,460 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിനകത്ത് ലിഥിയം ബാറ്ററി എടുത്ത് എൻ്റെ പുതിയ വണ്ടിക്കകത്തും വെച്ച്, അതിനകത്ത് ലെഡ് ആസിഡ് ബാറ്ററി എടുത്ത് ഇതിനകത്തും വെച്ച്. ഞാൻ വണ്ടി കൊടുക്കുന്ന വില എന്ന് വെച്ചാൽ 34,000 രൂപയ്ക്കാണ് കൊടുത്തത്. LDS പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് കണക്കൂട്ടിയാൽ അറിയാമല്ലോ ഇത് ലാഭമായിരുന്നു നഷ്ടമായിരുന്നു. അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഇതിനകത്ത് എനിക്ക് ചിലവായ കാശ് എന്ന് പറഞ്ഞാൽ ബാക്കിലെ ടയർ മാറിയായിരുന്നു. 1,300 രൂപയായിരുന്നു ടയറിൻ്റെ വില. പിന്നെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ 200 രൂപ, അങ്ങനെ 1,500 രൂപ. പിന്നെ സൈഡിൽ കവർ പൊട്ടിയതുകൊണ്ട് ഈ കവർ അതും ഞാൻ മേടിച്ചു ഓൺലൈനിൽ നിന്ന്. അത് 1,500 രൂപയായിരുന്നു. ഞാൻ ഫിറ്റ് ചെയ്തില്ലായിരുന്നു. മറ്റേ പൊട്ടിയ കവർ ടൈയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുമായിരുന്നു. ഈ കവർ ഇയാൾക്ക് തന്നെ കൊടുക്കുക. ഇനി എനിക്ക് ഉപയോഗമില്ലല്ലോ. പിന്നെ ഇത് കൂടുതലും ചാർജ് ചെയ്തത് ഞാൻ സോളാർ ഇൻവെർട്ടറിലായിരുന്നു. ഒരു 50% സോളാർ ഇൻവെർട്ടറെ ചാർജ് ചെയ്യുന്നു, ഒരു 50% KICയുടെ ചാർജ് ചെയ്തത്. സോളാർ ഇൻവെർട്ടറിനെ പറ്റി ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അങ്ങനെ വിശദമായിട്ട് പറയാം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ലാഭമായിരുന്നു നഷ്ടമായിരുന്നു. പിന്നെ അടുത്ത ഹർബൻ്റെ വണ്ടി ഞാൻ എടുത്തത്, അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. സമയക്കുറവ് കാരണം പിന്നെ അതിനകത്ത് മൈലേജ് കറക്റ്റായിട്ട് അറിഞ്ഞ് വെച്ച് വിശദമായിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ മൈലേജ് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പലവട്ടം നോക്കിയാലേ കറക്റ്റ് മൈലേജ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ എത്തുന്നവരൊക്കെ ബൈ.